എല്ലാവർക്കും കോപ്പറേറ്റീവ് വേ കേരളയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബാങ്കിങ്ങിലെ ഗാർണിഷി ഓർഡറിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഗാർണിഷി ഓർഡർ എന്ന് നോക്കാം. ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് സിവിൽ കോർട്ടാണ്. സിവിൽ കോർട്ടാണ്. അണ്ടർ സിവിൽ പ്രൊസീജിയർ കോഡ് 1908 റൂൾ നമ്പർ 46 ഓർഡർ നമ്പർ 21 പ്രകാരമാണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. അത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് സിവിൽ കോർട്ടാണ്. റൂൾ നമ്പർ 46 ഓർഡർ നമ്പർ 21. ഇനി എന്താണ് ഗാർണിഷി ഓർഡർ എന്ന് നോക്കാം. അപ്പോൾ ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത് ഒരു ഡെപ്റ്റർ, ക്രെഡിറ്റർ. ആദ്യം ഡെപ്റ്ററും ക്രെഡിറ്ററും ആരാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ക്രെഡിറ്റർ എന്ന് പറയുന്നത് പൈസ കടം കൊടുക്കുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് ക്രെഡിറ്റർ. ഇനി പൈസ സ്വീകരിക്കുന്ന ആളിനെ പറയുന്ന പേരാണ് ഡെപ്റ്റർ എന്ന് പറയുന്നത്. ആ പർട്ടിക്കുലർ ഡെപ്റ്റർ, പൈസ കടം വാങ്ങിയ ആൾ സമയത്ത് തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റർ അതായത് പണം നൽകിയ വ്യക്തിക്ക് കോർട്ടിനെ സമീപിക്കാൻ പറ്റും. ഒരു ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യാനായിട്ട് കോർട്ടിനെ സമീപിക്കാൻ പറ്റും. ആ കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന ഓർഡറിനെ പറയുന്ന പേരാണ് ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് രണ്ട് പാർട്ടിലാണ്. ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ഓർഡർ നിസിയും ഓർഡർ അബ്സല്യൂട്ടും. അതിൽ ഓർഡർ നിസി എന്താണെന്ന് നോക്കാം. കോർട്ട് ഡയറക്റ്റ് ദ ബാങ്കർ ടു സ്റ്റോപ്പ് ദ പേയ്മെൻറ്റ് ഔട്ട് ഓഫ് ദ അക്കൗണ്ട് ഓഫ് ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർ. സച്ച് ഓർഡർ ഈസ് കാൾഡ് ഓർഡർ നിസി. അതായത് കോർട്ട് ഓർഡർ ഇഷ്യൂ ചെയ്യും. ജഡ്ജ്മെൻറ്റ് ഡെപ്റ്ററിൻ്റെ ബാങ്കറിനോട് ആവശ്യപ്പെടും. ആ പർട്ടിക്കുലർ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനായിട്ട് പറയും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓർഡർ നിസി എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ റെസീപ്റ്റ് ഓഫ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ ബാങ്ക് ദ കോർട്ട് മേ ഇഷ്യൂ ഓർഡർ അബ്സല്യൂട്ട്. രണ്ടാമത് കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന ഓർഡറിനെയാണ് ഓർഡർ അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡർ അബ്സല്യൂട്ട് എന്താണെന്ന് നോക്കാം. ഓർഡർ അബ്സല്യൂട്ട് എന്ന് പറയുന്നത് ഈ ഓർഡർ നിസി പ്രകാരം ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിന് ശേഷം ആ പർട്ടിക്കുലർ ബാങ്ക് ആ ഒരു റെസീപ്റ്റ് എക്സ്പ്ലനേഷൻ വെച്ചുകൊണ്ട് ആ റെസീപ്റ്റ് കോർട്ടിനെ സമീപിക്കും. അപ്പോൾ ആ കോർട്ട് അത് പരിശോധിച്ചതിന് ശേഷം രണ്ടാമത് ഇറക്കുന്ന ഓർഡറിനെയാണ് ഓർഡർ അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഓർഡർ അബ്സല്യൂട്ട് എന്താണെന്ന് വെച്ചാൽ ദ കോർട്ട് മേ ഇഷ്യൂ ദ ഓർഡർ കാൾഡ് ഓർഡർ അബ്സല്യൂട്ട് വേർ ദ എൻറ്റയർ ബാലൻസ് ഇൻ ദ അക്കൗണ്ട് ഓഫ് എ സ്പെസിഫൈഡ് എമൗണ്ട് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഹാൻഡഡ് ഓവർ ടു ദ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ. അതായത് ഈ ഓർഡർ അബ്സല്യൂട്ട് പ്രകാരം ആ ഗാർണിഷി ഓർഡറിൽ എത്രയാണോ സ്പെസിഫൈ ചെയ്തിട്ടുള്ള എമൗണ്ട്, ഒന്നുകിൽ ആ സ്പെസിഫൈ ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ ആ ഡെപ്റ്ററിൻ്റെ അക്കൗണ്ടിൽ എത്രയാണോ ഉള്ള അവൈലബിൾ ബാലൻസ് എൻറ്റയർ എമൗണ്ട് ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്ററിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനെയാണ് ഓർഡർ അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഗാർണിഷി ഓർഡറിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഗാർണിഷി ഓർഡർ കനോട്ട് അപ്ലൈ ടു ജോയിൻ്റ് അക്കൗണ്ട് വേർ വൺ ഓഫ് ദ അക്കൗണ്ട് ഹോൾഡർ ഈസ് ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർ. അതായത് ഗാർണിഷി ഓർഡർ ജോയിൻ്റ് അക്കൗണ്ടിൽ ആപ്ലിക്കബിൾ ആവത്തില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഗാർണിഷി ഓർഡർ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ ഒരു പാർട്ടി മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ജോയിൻ്റ് അക്കൗണ്ടിൽ ബാധകമല്ല. ഇനി ജോയിൻ്റ് അക്കൗണ്ടിൽ ആപ്ലിക്കബിൾ ആകുന്ന കേസുണ്ട്. ഇപ്പോൾ രണ്ട് പേരുടെ ജോയിൻ്റ് അക്കൗണ്ടിൽ രണ്ട് പേർക്കെതിരെയും ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോയിൻ്റ് അക്കൗണ്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ദ ബാങ്കർ ഹൂ ഇസ് ദ ഡെപ്റ്റർ ടു ദ ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർ ഈസ് കാൾഡ് ഗാർണിഷി. അതായത് ജഡ്ജ്മെൻറ്റ് ഡെപ്റ്ററിൻ്റെ ബാങ്കിനെ പറയുന്ന പേരാണ് ഗാർണിഷി എന്ന് പറയുന്നത്. അതർവൈസ് ഡെപ്റ്റർ ഈസ് കാൾഡ് ഗാർണിഷി. അപ്പോൾ ഇത്രയുമാണ് ഗാർണിഷി ഓർഡർ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.